അപ്പൊ നാളെ കുഞ്ഞുട്ടി കാറെടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വഴിക്കൽ പോണ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്ക. കാരണം നമ്മളെ ചെക്കൻ എന്താ വെച്ചാൽ ആംബുലൻസിന്റെ ഡ്രൈവറാണ്. എന്താ കൂടിയൊക്കെ പറയാനുള്ളത്? അല്ലേക്ക് പറയാ അനക്കെന്താ പറയാനുള്ളത്? അനക്കെന്താ കുഞ്ഞുണ്ടെ പറ്റെന്ന് പറയാല്ലേ? നാളെ കോളേജിലേക്ക് വണ്ടി എടുത്താ പോണെന്ന് അതിനെ പറ്റെന്ന് പറയുള്ളത്. അവിടെ എല്ലാ ആൾക്കാരും കൂടെ യാത്ര അപ്പൊ നാളെ പോകുമ്പോ എല്ലാ ആൾക്കാരും സുരക്ഷിതമായിട്ട് പോവാ. നാളെ ഇപ്പൊ ക്ലാസ് ബൈക്കിൽ പോകുന്നവര് ഹെൽമെറ്റ് ഇടുക, മറ്റൊരു സീറ്റ് ബെൽറ്റ് ഇടുക, എല്ലാവരും. കാരണം നമ്മുടെ ആംബുലൻസിന്റെ ഡ്രൈവറാണ്. എന്തൊക്കെ പറയാ? എപ്പോഴാണ് ഈ യാത്ര പോണത്? ഞാൻ നാളെ രാവിലെ 9 മണിക്ക് 8 മണിക്ക് ഇറങ്ങും. അപ്പൊ 8 മണി മുതല് 10 മണി വരെ പന്തല്ലൂർ മഞ്ചേരി ബ്ലോക്ക് ആക്കിയിട്ടാണ് പരിപാടി. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണം. ഈ സമയത്ത് ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്. അപ്പൊ നാളെ ചെഞ്ചല് വരുന്നുണ്ട് രാവിലെ തന്നെ. ചിന്നാടിന്റെ വണ്ടി ചെഞ്ചൽ നാളെ രാവിലെ എത്തുന്നു ഗൈസ്. അല്ലാ. അപ്പൊ നാളെ പറ്റി പേടിച്ചു എല്ലാരും ഒന്ന് സുരക്ഷിതമായിട്ടിരിക്കുക. കാരണം നമ്മുടെ ചെക്കന്റെ പ്രശ്നമല്ല. കാരണം ചെക്കൻ ആംബുലൻസ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ നാളെ എല്ലാരും ആൾക്കാർക്ക് പോകാൻ പറ്റിയ സമയം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഒരു 8:30 കൂടി എല്ലാരും പൊക്കോളൂ റോഡ് കൂടെ. കാരണം എന്താ വെച്ചാൽ ചെക്കന് അത് നാളെ തറാവിക്ക് പോകും. അപ്പൊ ആൾക്കാർ സുരക്ഷിതരാണ്. ആ സമയത്തൊക്കെ യാത്ര കംഫർട്ടബിൾ ആണ്. മുനീറേ, വേറെന്താ എനിക്ക് പറയാനുള്ളത് ചെക്കന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച്? മറ്റുള്ളവരുടെ എല്ലാ വണ്ടിയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നല്ല കിട്ട ഡ്രൈവിംഗ്. നമ്മ ഊട്ടി പോണം. എന്താ ഊട്ടി പോണം കുഞ്ഞിട്ട്? നമ്മളെ വണ്ടി കയറ്റും, കണ്ടെയ്നറിൽ കയറ്റും. അപ്പൊ ഇനി എല്ലാ ദിവസവും വണ്ടി പോകണ ലോൺ എടുക്കേണ്ടി വരും. നമ്മളെ വണ്ടിയിൽ പോണ ലോൺ എടുക്കണം കേസ്. കാരണം മൈലേജ് ഇല്ല. അപ്പൊ ഞങ്ങൾ 20-25 മൈലേജ് കിട്ടുന്ന വണ്ടി ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിലാണ് ഇനി യാത്ര. അല്ലെ ഈ വണ്ടിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിനെ പറ്റി പറയാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ചെക്കന്റെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചോളൂ. കാരണം പുതുതായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരങ്ങളാവും. ഷാഹിദേ, കുഞ്ഞിട്ടേ, പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയല്ലേ? സ്വന്തമായിട്ട് കാർ വാങ്ങി പഠിക്കാം. അപ്പൊ എന്താ മുത്ത് അങ്ങനെ ഒരു വർത്താനം? അനാനെ വണ്ടി തട്ടി കഴിഞ്ഞാൽ ചോദിച്ചാൽ നമുക്ക് ആവശ്യമുള്ള പൈസ നേരത്തെ റെഡിയാക്കാൻ പറ്റും. ഓക്കെ. ബാക്കിയുള്ള കണ്ണു കാണിച്ചു തട്ടി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം കാർ പഠിക്കാൻ. നമുക്ക് നമ്മളെ 5 മാസം കഴിച്ചാൽ മതി. ഇത് നമ്മളതും ഉണ്ടാവും, വലുതും ഉണ്ടാവും, ഒക്കെ പാടെ കുഞ്ഞുട്ടിയെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യല്ലേ നമ്മള്? നിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വ്യക്തിനെ ഇയാളെ നിങ്ങൾ അറിയും. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് കൂട്ടുകാരൻ തന്നെയാണ്. പക്ഷെ ഇവര് കൊച്ചു കഴിവറി കാരണം മനുഷ്യന് മര്യാദക്ക് നടക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം. പറ എന്താണ് പുള്ളിക്കാരന്റെ ഓവർടേക്കും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ? മുയറേ, ഞാൻ കണ്ടില്ല ഏറ്റവും നല്ല ഓവർടേക്കിംഗ് നടക്കുന്നതാണ്. ഇതിന് മികച്ച ഓവർടേക്കിംഗ് കാണാൻ കൂടുതൽ എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇനി ഷാഹിദിനെ പറ്റി ഡ്രൈവിങ്ങിനെ കൂടുതൽ വിവരങ്ങൾ, അതായത് നമ്മുടെ ചെക്കന് വണ്ടി എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഗൈസ്. സ്വന്തമായിട്ട് വണ്ടി എടുത്ത് യൂട്യൂബ് നോക്കി പഠിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഷാഹിദ് വിക്കി തന്നെയാണ്. യൂട്യൂബർ ഷാഹിദ് വിക്കി. ബ്രേക്ക് ചവിട്ടാൻ വരെ യൂട്യൂബ് നോക്കിയിട്ടുണ്ട്. ബ്രേക്ക് എങ്ങനെ ചവിട്ടാന്ന് വരെ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ട് പുള്ളിക്കാരന്. യൂട്യൂബിൽ നോക്കി നീ ഇതിനെ പറ്റി വീഡിയോ ഇടുന്നുണ്ടോ ഡ്രൈവിങ്ങിനെ പറ്റിട്ട്? എന്റെ ഇതിലില്ല. അപ്പൊ എല്ലാരും കമന്റ് ഇടുക. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാഹിദിന്റെ ഡൗട്ട് ഒരു മിനിറ്റിലേക്ക് വരും, ഞാൻ പറയട്ടെ. അതായത് ഷാഹിദിന് നിങ്ങൾക്ക് ഡ്രൈവിംഗ് കണ്ടിട്ട് അപ്പൊ ഞാൻ ഈ വീഡിയോകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അറിയാം. അപ്പൊ കോഴിക്കോട്ടേക്ക് ചെക്കന് ഒറ്റക്ക് പോകാൻ പറ്റുമോ ഇല്ലേന്ന് നിങ്ങൾ എല്ലാരും കമന്റ് ആക്കിക്കോ. ഷാഹിദിന് പോകാൻ പറ്റില്ലെന്ന് നമുക്ക് നോക്കാം. വോട്ട് ചെയ്യും. എന്നിട്ട് വേണം നമുക്ക് കോഴിക്കോട്ടേക്ക് ഒരു ട്രിപ്പ് പോവാന്. എന്താ കിട്ടിയ
ഇത് നല്ലൊരു ഇതാണ്. ആ. അപ്പൊ എല്ലാരും കമന്റ് ആയിക്കോ. മുനീർ എന്താ പറയാ ഇനി? ഒന്നും പറയല്ല, പോയി വന്നിട്ട് തന്നെ പറയാനോ. അപ്പൊ നിങ്ങള് കമന്റ് ആയിക്കോളി. നിങ്ങളുടെ ധൈര്യത്തിലാണ് നമ്മ പോകുന്നത് കയറുന്നത് കോഴിക്കോട്ടിലോട്ട്. അപ്പൊ എല്ലാരും ഫോളോ ചെയ്ത് കൂടിക്കോ. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടിക്കോ. മറ്റേ ദുബായിൽ മറ്റേ ഇതിലെടുത്തല്ലേ പറയുന്നുണ്ട്, കൂടെ കൂടാനുള്ളവരെല്ലാരും കൂടിക്കോന്ന് അറിയില്ലേ. അതേപോലെ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ ആൾക്കാരൊക്കെ കൂടിക്കോളൂ. പോയിന്